തിരുവനന്തപുരം കഠിനംകുളം മാതിര കൊലക്കേസിലെ പ്രതിയെ കോട്ടയം കുറിച്ചിയിൽ നിന്ന് പിടികൂടിയെന്ന വാർത്തയെത്തുന്നു. നീണ്ടകര ദളവാപുരം സ്വദേശി ജോൺസണാണ് പിടിയിലായത്. വാടക വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ എത്തുന്നുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ടോബി, ഇയാൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു, ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, ആംബുലൻസിലേക്ക് കയറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വിവരങ്ങൾ. സ്മിത, ഏറ്റവും പുതിയ വിവരം, ഇദ്ദേഹം വിഷം കഴിച്ചതാണെന്നുള്ള ഒരു കാര്യം തന്നെയാണ് പോലീസ് നമ്മളോട് പറയുന്നത്. അതായത് ഇയാളെ പിടികൂടുമ്പോൾ ഇദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു പോലീസ്. അപ്പോൾ പോലീസിനോട് ഇയാൾ തന്നെ പറയുകയായിരുന്നു താൻ വിഷം കഴിച്ചിട്ടുണ്ട്, എലിവിഷം കഴിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് പോലീസിനുള്ളത്. അതുകൊണ്ടാണ് ജില്ലാ ആശുപത്രിയിൽ കയറ്റിയ ഇദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും ഇന്ന് 4 മണിയോട് കൂടിയാണ് കുറിച്ചി പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് വെച്ച് ഇയാളെ പോലീസ് പിടികൂടുന്നത്. ഈ ചിത്രങ്ങളിൽ, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രം കൂടി പോലീസ് പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത് ചിത്രങ്ങൾ മാധ്യമങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. ആ ചിത്രം കണ്ട് തിരിച്ചറിഞ്ഞ ചിലരാണ് പോലീസിന് വിവരം നൽകിയത്. ഇയാൾ ഈ കുറിച്ചിയിലുള്ള ഒരു വീട്ടിൽ ഹോം നേഴ്സായിട്ട് താമസിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചിങ്ങവനം CIയും SIയും അടങ്ങുന്ന സംഘം അവിടെ എത്തി ഇയാളെ പിടികൂടുകയായിരുന്നു. അങ്ങനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് വിഷം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഗുരുതരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വിദഗ്ധ ചികിത്സ തന്നെ വേണ്ടിവരും. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ആതിര എന്ന യുവതിയെ കഴുത്തിന് കുത്തി കൊലപ്പെടുത്തുന്നത്. അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നതായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ കൂടി സൗഹൃദം സ്ഥാപിച്ച ശേഷം ഇയാൾക്കൊപ്പം വരണമെന്നുള്ളൊരു ആവശ്യം പറഞ്ഞു. അതേ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് പോയതെന്നുള്ളൊരു വിവരമാണ് പ്രാഥമികമായി പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. അതേ തുടർന്ന് അന്വേഷണം, ഈ പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം കഠിനംകുളം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ കോട്ടയത്ത് ഇദ്ദേഹം ഉണ്ട് എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. എന്തായാലും ഈ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ കഠിനംകുളം പോലീസിന് കൈമാറും. കഠിനംകുളത്തു നിന്നുള്ള പോലീസ് സംഘം അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടെന്ന് തന്നെ അവർ ഇവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്മിത, ശരി. ടോബി ജോൺസൺ ആണ് ഈ വാർത്തയുടെ വിവരങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് നൽകിയത്.